ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നീതു ഫോണിലൂടെ കുടുംബക്ഷേത്രത്തിലേക്ക് വരുന്ന കാര്യം ഹരീഷിനോട് പറയുമ്പോൾ അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതിയെന്ന് പറയുകയാണ് ഹരീഷ്. തുടർന്ന് നീതു ആ ക്ഷേത്രത്തെ കുറിച്ചൊക്കെ ഹരീഷിനോട് ചോദിക്കുകയാണ്. നീതു ചോദിക്കുന്നു, ഹരീഷിന്റെ അമ്മയുടെ നാട് എവിടാ? ഇനി ഇതേപോലെ അമ്മയുടെ നാട്ടിലേക്കും പോവോ? അപ്പൊ ഹരീഷ് പറയണ, അവരൊക്കെ ഞങ്ങളെ അന്വേഷിക്കത്തൊന്നുമില്ല. നീതു താൻ ജനിച്ചത് തിരുവനന്തപുരത്താണെന്നും അച്ഛന്റെ വീടും അമ്മയുടെ വീടും ഒക്കെ എവിടെയാണെന്ന് പറയുകയാണ്. തറവാട്ട് അമ്പലത്തിലേക്ക് അടുത്ത വർഷം പോകുമ്പോൾ ഞാനും വരും. ഈ സമയം ഹോളിലേക്ക് വന്ന അഖിൽ ഉറക്കെ പറയുന്നു, അമ്മേ വിശക്കുന്നു. സീത ഭക്ഷണം എടുത്തു കൊടുക്കുമ്പോൾ ഹരീഷെ ഒരു മിനിറ്റ് നീ ഹോൾഡ് ചെയ്യണേന്ന് പറഞ്ഞ് നീതു അഖിലിന്റെ അരികിലേക്ക് വരികയാണ്. എന്താടിയെന്ന് അഖിൽ ചോദിക്കുമ്പോൾ നീതു പറയുകയാണ്, ഹരീഷ് ലൈനിലുണ്ട്. നാളെ അവരെല്ലാവരും തറവാട്ട് അമ്പലത്തിലേക്ക് പോവുക. വരാൻ 4 ദിവസം എടുക്കും. എന്നെ കൂടെ കൂട്ടിക്കൊണ്ടു പോവാന്ന് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് മതിയെന്ന്. വേണമെങ്കിൽ നോക്കിക്കോ, അടുത്ത വർഷം ഈ സമയം ഞാനും ഹരീഷും കല്യാണം കഴിഞ്ഞിട്ട് തറവാട്ട് അമ്പലത്തിലേക്ക് പോകും. അവിടേക്ക് വന്ന സീത പറയണം, ഇവിടെ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ. നീ കഴിക്കാൻ നോക്ക്. ഒന്ന് പോന്ന് പറഞ്ഞ് നീതു അകത്തേക്ക് പോയി ഹരീഷുമായി സംസാരിക്കുകയാണ്. ഞങ്ങൾ തറവാട്ടമ്പലത്തിലേക്ക് പോകുന്ന കാര്യം നീ എന്തിനാ അവരോട് പറഞ്ഞത്? ഹരീഷ് ചോദിക്കുമ്പോൾ നീതു പറയണ, അതൊക്കെ പറയണം. നമ്മൾ പ്രണയിക്കുന്നുണ്ട്, കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. തുടർന്ന് ഹരീഷും നീതുവും സന്തോഷത്തോടു കൂടി ഫോണിൽ സംസാരിച്ചിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് രാവിലെ തറവാട്ടമ്പലത്തിലേക്ക് പോകാനായി കാറുമായി കിളിക്കൂട്ടിലേക്ക് വരികയാണ് സുധീഷ്. സുഭാഷ് ബാഗ് ഒക്കെ എടുത്തു വെക്കുകയാണ്. സുധീഷ് റെഡി ആണോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, സുഭാഷേട്ടാ കാർ റെഡി. അപ്പൊ സുഭാഷ് പറയുന്നു, എടാ 1 മാസം നീ വണ്ടി ഓടിച്ചിട്ടില്ല, ഒന്നും മറന്നിട്ടില്ലല്ലോ, നന്നായിട്ട് വണ്ടി ഓടിക്കില്ലേ? അപ്പൊ സുധീഷ് പറയണ, സുഭാഷേട്ടാ 10 വർഷം വണ്ടി ഓടിച്ചില്ലെങ്കിലും ഞാൻ നന്നായി വണ്ടി ഓടിക്കും. അപ്പൊ സുഭാഷ് പറയുന്നു, ശരിയടാ, ഞാൻ വെറുതെ ചോദിച്ചതാ. നിന്റെ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചോ? അപ്പൊ സുധീഷ് പറയണ, എന്റെ ഡ്രസ്സൊക്കെ സുഭാഷിന്റെ ബാഗിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഹരീഷ് ബാഗുമായി എവിടേക്ക് വരുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, എടാ നമ്മൾ 1 ദിവസത്തേക്കല്ല 3-4 ദിവസത്തേക്കാ പോകുന്നത്. അതിനുള്ള ഡ്രസ്സ് വേണം. ഇതിനകത്തൊന്നും ഇല്ലാന്ന് തോന്നുന്നല്ലോ, ഒരു ഷർട്ടും ഒരു പാന്റും ഉള്ളെന്ന് തോന്നുന്നു. അപ്പൊ ഹരീഷ് പറയണ, ഇതിനകത്ത് 3-4 ജോഡിയുണ്ട്. അവിടേക്ക് വന്ന നികേഷ് ചോദിക്കണ, സുഭാഷേട്ടാ എന്റെ ബ്ലൂ ഷർട്ട് കഴുകിയില്ലായിരുന്നോ? ക്ഷേത്രത്തിൽ പോകുമ്പോൾ അതിടാന്ന് വിചാരിച്ചതാ. അപ്പൊ സുഭാഷ് പറയണ, അയ്യോ ഞാൻ മറന്നുപോയടാ. ഹരീഷ് ചോദിക്കുന്നു, നിനക്ക് ഇടാൻ വേറെ ഡ്രസ്സൊന്നും ഇല്ലേ? അപ്പൊ നികേഷ് പറയണ, ഉണ്ട്, പക്ഷെ ആ ഡ്രസ്സിൽ ഞാൻ സൂപ്പർ ആയിരിക്കും. ഒരു കാര്യം ചെയ്യാം, ആ ഷർട്ട് എടുത്തോണ്ട് വരാം, അവിടെ കഴുകിയിടാം. അപ്പൊ സുഭാഷ് പറയുന്നു, നമ്മള് തറവാട്ടമ്പലത്തിലേക്കാ പോകുന്നത്, അഴുക്ക് തുണിയൊക്കെ എടുത്തോണ്ട് പോണം. നീ ഏത് ഷർട്ട് ഇട്ടാലും സുന്ദരനല്ലേ, നിനക്ക് ഇഷ്ടമുള്ള ഏത് വേണേലും ഇട്ടോ. അല്ലെങ്കിൽ നിധി നിനക്കൊരു ഡ്രസ്സ് എടുത്ത് തന്നില്ലേ, അതിട്. അപ്പൊ സുധീഷ് പറയണ, അത് ശരിയാണല്ലോ, നമ്മളാരും ഇതുവരെ അതിട്ടില്ലല്ലോ. അപ്പൊ നീ അതിട്ടോ. എങ്കിൽ പിന്നെ പെട്ടെന്ന് എടുത്തോണ്ട് വന്ന സുഭാഷ് പറയുമ്പോൾ, ഞാൻ എടുത്തു വെച്ച് തുടങ്ങിയതേ ഉള്ളൂ എന്ന് പറഞ്ഞ് നികേഷ് അകത്തേക്ക് പോവുകയാണ്. സുഭാഷ് പറയുന്നു, ഒന്ന് പെട്ടെന്ന് വരണേടാ, ഞങ്ങൾ എല്ലാവരും റെഡിയായി. ചാന്ദിനിയും നിധിയും ബാഗുമായി അവിടേക്ക് വരുമ്പോൾ സുധീഷ് പറയുന്നു, സുഭാഷേട്ടാ ഇതെല്ലാം കാറിൽ കൊണ്ടുവയ്ക്കട്ടെ, നികേഷ് വരുമ്പോൾ വന്നാ മതി. നികേഷെ പെട്ടെന്ന് വന്ന് പറഞ്ഞ് സുഭാഷ് ബാഗ് ഒക്കെ എടുത്തു വെക്കുകയാണ്. നിധിയും സുധീഷും ബാഗുമായി കാറിന്റെ അരികിലേക്ക് പോകുന്നു. ഡിക്കിയിലേക്ക് ബാഗ് വെക്കുമ്പോൾ നിധിയുടെയും സുധീഷിന്റെയും നെറ്റ് തമ്മിൽ ഇടിക്കുകയാണ്. സോറി എന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണ, ഞാൻ വെക്കുകയല്ലായിരുന്നോ? സുധീഷ് പറയുന്നു, ഞാൻ ബാഗ് വെക്കാൻ തുടങ്ങിയതാ, അപ്പോഴാ സോറി. ചാന്ദിനിയുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങിച്ച് വണ്ടിയിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ് ഹരീഷ്. ഒരു ബാഗ് വെക്കാൻ ഇത്രയും സമയം വേണോ എന്ന് ചോദിച്ച് ഭാസ്കരൻ തന്റെ ബാഗും ഡിക്കിയിലേക്ക് വെച്ച് അവിടെ നിന്ന് പോവുകയാണ്. ബാഗുമായി അവിടേക്ക് വന്ന സുഭാഷ് പറയുന്നു, എടാ ഇതിനകത്ത് സ്നാക്സ് ഇട്ടതാ, മുകളിൽ വെക്കണേ. അപ്പൊ സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ഇയാള് വരണ്ടാന്ന് പറഞ്ഞതല്ലേ, ഇതേ നോക്ക് അയാൾ ബാഗ് വെച്ചിട്ട് പോയി. അപ്പൊ സുഭാഷ് പറയണ, എടാ നമ്മള് തറവാട്ടമ്പലത്തിലേക്കല്ലേ പോകുന്നത്, അപ്പൊ അച്ഛനെ കൊണ്ടുപോകാതിരിക്കാൻ പറ്റുമോ? അപ്പൊ ഹരീഷ് പറയുന്നു, നമ്മള് കൊണ്ടുപോയില്ലെങ്കിലും ബസ്സിൽ വരുമെന്നൊക്കെയല്ലേ പറയുന്നേ. അപ്പൊ സുധീഷ് പറയണ, ആ ബസ്സിൽ വരട്ടെ, അയാളില്ലാതെ സമാധാനത്തോടു കൂടി ട്രാവൽ ചെയ്യാന്ന് വിചാരിച്ചതാ. അപ്പൊ നിധി പറയണ, അത് നിങ്ങളുടെ അച്ഛനല്ലേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ, അച്ഛൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. അപ്പൊ സുധീഷ് പറയണ, നിധി അച്ഛനെ സപ്പോർട്ട് ചെയ്യുക, അയാളെ പറ്റി ശരിക്കും അറിയില്ല. ഈ സമയം ഒരു വലിയ ബാഗുമായി അവിടേക്ക് വരികയാണ് നികേഷ്. നിധി ചോദിക്കുന്നു, എന്താടാ ഇത്, ഇത്രയും വലിയ ബാഗോ? നമ്മൾ 3 ദിവസം അവിടെ താമസിക്കുന്നുള്ളൂ, ഇതിപ്പം 1 മാസത്തേക്കുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നികേഷ് പറയണ, ആവശ്യം വരും ഏട്ടതി, ഒരുപാട് ഫോട്ടോസ് എടുക്കാനുള്ളതാണ്, നല്ല ഗ്രാമഭംഗിയുള്ള സ്ഥലമാണെന്നാ കേട്ടത്. സുധീഷ് ഡിക്കി അടയ്ക്കുമ്പോൾ നിധി ചോദിക്കുന്നു, സുഭാഷേട്ടാ എല്ലാം എടുത്തില്ലേ, എല്ലാവരുടെയും ഫോൺ ചാർജർ? അപ്പൊ സുധീഷ് പറയണ, അയ്യോ ഞാൻ എന്റെ ചാർജർ എടുക്കാൻ മറന്നുപോയി, ഞാൻ പോയി എടുത്തോണ്ട് വരട്ടെ. അപ്പൊ നിധി പറയണ, ചാർജറൊക്കെ വളരെ പ്രധാനപ്പെട്ടതല്ലേ, അതൊക്കെ ആദ്യം എടുത്തു വെക്കണ്ടേ? അപ്പൊ സുധീഷ് പറയുന്നു, നിധിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ടൂർ പോകാറുള്ളതല്ലേ, ഞങ്ങൾ ആദ്യമായിട്ടാ. അപ്പൊ നിധി പറയുന്നു, ഡ്രസ്സ് എടുത്തു വെച്ചല്ലോ, അത് മറന്നിട്ടില്ലല്ലോ, ചാർജറൊക്കെ ഞാൻ തന്നെ എടുത്തു വെച്ചു. ഇത് കേട്ടെ എല്ലാവരും പുഞ്ചിരിക്കുമ്പോൾ സുധീഷ് പറയണ, സുഭാഷേട്ടാ അയാൾ എവിടെ പോയതാ? അത് ശരിയാണല്ലോ എന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയണ, ഞാൻ പോയി വീട് പൂട്ടിയിട്ട് വരാം. അങ്ങനെ സുഭാഷ് വീട് പൂട്ടിയിട്ട് വരുമ്പോൾ നികേഷ് ഫോട്ടോസ് എടുക്കുകയാണ്. സുഭാഷ് പറയുന്നു, നമുക്ക് ഇറങ്ങാം. ഈ സമയം പൂജാ സാധനങ്ങളുമായി അവിടേക്ക് വന്ന ഭാസ്കരൻ പറയുന്നു, നീ ഡ്രൈവറാടാ, പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ? അങ്ങനെ പ്രാർത്ഥിച്ച് തേങ്ങയൊക്കെ ഉടച്ച് ഭാസ്കരൻ എല്ലാവരുടെയും ഒപ്പം
കാറിലേക്ക് കയറുകയാണ്. അവരെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി തറവാട്ട് അമ്പലത്തിലേക്ക് പോകുന്നു. കാർ ഡ്രൈവ് ചെയ്യുന്ന സുധീഷ് ചാന്ദിനിയുമായി സംസാരിച്ചിരിക്കുന്ന നിധിയെ ശ്രദ്ധിക്കുന്നുണ്ട്. നിധി ശ്രദ്ധിക്കുന്നതേ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പാട്ടിന്റെ വോളിയം കൂട്ടി വെക്കുകയാണ് സുധീഷ്. ഹരീഷും നികേഷും മുഞ്ചിരിച്ച് സുധീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. സുധീഷ് മനസ്സിൽ പറയുന്നു, എന്താ ഇപ്പോഴും നോക്കുന്നില്ലല്ലോ. അങ്ങനെ വീണ്ടും ശബ്ദം കൂട്ടുകയാണ് സുധീഷ്. ഭാസ്കരൻ ചോദിക്കുന്നു, എന്തിനാണ് ഇത്രയും ശബ്ദം വെച്ചിരിക്കുന്നത്? ഒന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. ഇത്രയും ശബ്ദം വെച്ചാൽ ഒരുത്തം പിന്നെ വന്ന് ഹോൺ അടിച്ചാൽ നീ കേൾക്കുവോ? ശബ്ദം കുറയ്ക്കടാ. ഇത് കേട്ട് ഹരീഷും നികേഷും ചിരിക്കുമ്പോൾ സുധീഷ് ദേഷ്യത്തോടുകൂടി ശബ്ദം കുറയ്ക്കുകയാണ്. നിധി ചാന്ദിനിയുമായി സംസാരിക്കുമ്പോൾ സുധീഷ് അറിയണ എല്ലാവരും കൂടി ഒരുമിച്ച് സംസാരിച്ചു പോകാനല്ലേ ഇത്രയും വലിയ കാറിൽ നമ്മൾ പോകുന്നത്. നിങ്ങൾ മാത്രം സംസാരിച്ചിരുന്നാൽ എങ്ങനെയാ? വണ്ടി ഓടിക്കുന്ന എനിക്കൊരു കമ്പനി വേണ്ടേ? നികേഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ ഞാൻ സംസാരിച്ചാ മതിയോ? അപ്പൊ സുധീഷ് അറിയണ, നിന്നോട് ആരാ സംസാരിക്കാൻ പറഞ്ഞത്? മിണ്ടാതിരിക്കട അവിടെ. സുധീഷ് ചോദിക്കുന്നു, നിധിക്കെല്ലാം കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ലേ? ഞാൻ എവിടെയെങ്കിലും നിർത്തണോ വണ്ടി? അപ്പൊ നിധി പറയണ, അതൊന്നും വേണ്ട, എല്ലാം ഓക്കെയാ. ചാന്ദിനിക്ക് വാഷ്റൂമിൽ എല്ലാം പോണെങ്കിൽ പറയണം. വേണ്ടെന്ന് ചാന്ദിനി പറയുമ്പോൾ സുധീഷ് മനസ്സിൽ പറയണ, ഒരു പെണ്ണ് വീട്ടിലോട്ട് വന്നതേ ഉള്ളൂ, ഇങ്ങനെ സംസാരിക്കണം? മറ്റാരോട് സംസാരമില്ല, ആ പെണ്ണോട് മാത്രമേ സംസാരമുള്ളൂ. സുഭാഷ് ചോദിക്കുന്നു, സുധീഷ് മാളായി പാറ എത്തിയോ? വഴി അറിയത്തില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. സുധീഷ് വണ്ടി നിർത്തി വഴി ചോദിക്കുകയാണ്. തുടർന്ന് ഡ്രൈവ് ചെയ്യുന്ന സുധീഷ് പറയണ, മാളായി പാറ എത്താറായി, ഇപ്പോഴെങ്കിലും അയാൾക്ക് ഓർമ്മ വന്നെന്ന് ചോദിക്ക്. ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയെങ്കിലും അറിയാമോ? ഹലോ മിസ്റ്റർ ഭാസ്കരൻ, നിങ്ങളോടാ ചോദിച്ചേ? അച്ഛനോടാ ചോദിച്ചെന്ന് സുഭാഷ് പറയുമ്പോൾ ഭാസ്കരൻ പറയണേ, എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? ഏതെങ്കിലും ഒരു ചായക്കടയുടെ മുന്നിൽ നിർത്തി ചോദിക്ക്. നിധി ചോദിക്കുന്നു, അച്ഛൻ ജനിച്ച സ്ഥലമല്ലേ ഇത്? ഒട്ടും ഓർമ്മയില്ലേ? അപ്പൊ ഭാസ്കരൻ ചോദിക്കുന്നു, മോള് ജനിച്ചപ്പോ മുതൽ ഇപ്പൊ നടന്നത് വരെയുള്ളതെല്ലാം ഓർമ്മയിലുണ്ടോ? ശരി, തറവാട്ടമ്പലം എവിടെയാണെന്ന് പറ. അപ്പൊ നിധി പറയുന്നു, അത് തക്കലെ അടുത്തം കണ്ട. ഭാസ്കരൻ ചോദിക്കുന്നു, മോളെ തനിച്ചു വിട്ടാൽ മോക്ക് പോകാൻ പറ്റുമോ? അപ്പൊ നിധി പറയുന്നു, എന്തുകൊണ്ട് പോകില്ല, ഞാൻ പോകും. ഭാസ്കരൻ ചോദിക്കുന്നു, ഇവിടെ നിന്നെ ഇറക്കി വിട്ടാൽ ഇവിടെ നിന്ന് നിനക്ക് തനിച്ചു പോകാൻ പറ്റുമോ? അപ്പൊ നിധി പറയുകയാണ്, ഇവിടെ നിന്നൊന്നും എനിക്ക് പോകാൻ അറിയില്ല, എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് പോകാൻ അറിയും. ചിരിച്ചുകൊണ്ട് സുധീഷ് അറിയണ, നമ്മുടെ വീട്ടിൽ നിന്നും 4 ജംഗ്ഷൻ അപ്പുറത്ത് കൊണ്ടുപോയി നിധിയെ വിട്ടാൽ തിരിച്ച് തനിച്ചു വരാൻ അറിയില്ല. ചുമ്മാ തള്ളാതെ. നോക്ക് നിധി, എവിടെ പോയാലും എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. അറിയാത്ത സ്ഥലം കാണാതെങ്ങാനും പോയാൽ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാ. അപ്പൊ നിധി പറയുന്നു, കൂടുതൽ സംസാരിക്കണ്ട, വണ്ടി ഓടിക്ക്. സുധീഷ് ചോദിക്കുന്നു, മിസ്റ്റർ ഭാസ്കരൻ, നാട്ടില് ഞങ്ങൾക്ക് സ്ഥലമോ വീടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലാന്ന് ഭാസ്കരൻ പറയുമ്പോൾ സുധീഷ് അറിയണ, ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത്ഭുതമായനെ. അപ്പൊ നികേഷ് അറിയണ, സുധീഷ് ഏട്ടൻ പറഞ്ഞതുപോലെ അവിടെ നമുക്കൊരു വീടുണ്ടായിരുന്നേ കൊള്ളായിരുന്നു. അവിടെ ചെന്നാലുടനെ ഇത് നിങ്ങളുടെ വീടാണ്, ഇതിന് ചുറ്റുമുള്ള സ്ഥലമെല്ലാം നിങ്ങളുടേതാണെന്നൊക്കെ സർപ്രൈസ് ആയിട്ട് പറയാൻ സാധ്യതയുണ്ടോ? ഇത് കേട്ട് എല്ലാവരും ചിരിക്കുമ്പോൾ ഹരീഷ് പറയണ, നീ സിനിമ കണ്ട് ഓരോന്നൊക്കെ ചിന്തിച്ചു കൂട്ടണ്ട, അങ്ങനെയുള്ള ഒരു സാധ്യതകളും ഇല്ല. താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടിന്റെ പേര് തന്നെ കേസുള്ളതാ, എന്നിട്ട് ഇപ്പം വേറെ വീട് സ്ഥലം ഉണ്ടോന്ന്. അപ്പൊ നിധി പറയണ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മളിപ്പം എവിടാ താമസിക്കാൻ പോകുന്നത്? അപ്പൊ സുധീഷ് പറയണ, അവിടെയുള്ള ഒരു ചേട്ടനുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. തറവാട്ടമ്പലത്തിൽ വരുന്നവരെല്ലാം താമസിക്കുന്ന ഒരു വീടുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ അവിടെ താമസിക്കാൻ പോകുന്നത്. മാളായിപ്പാറ ജംഗ്ഷനിലെത്തി ആ ചേട്ടന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് സുധീഷ്. ഫോൺ അറ്റൻഡ് ചെയ്ത ആ ചേട്ടൻ പറയുന്നു, ഞാൻ ഇവിടെ ഉണ്ട്, നിങ്ങളെ കണ്ടു. എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഭാസ്കരൻ മുന്നോട്ട് നടന്നു പോകുന്നത് കണ്ട് സുഭാഷ് പറയുന്നു, അച്ഛൻ എങ്ങോട്ടായി പോകുന്നത്? എല്ലാവിടെയും കാണാൻ ഒരുപോലെ ഉണ്ട്, വഴി തെറ്റി പോകരുത്. അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, ഇത് എന്റെ നാടാടാ, ഇവിടെ എനിക്ക് വഴി അറിയത്തില്ലെന്നോ? ഇവിടുത്തെ കാറ്റ് എന്നെ മാടി വിളിക്കുക. അപ്പൊ സുഭാഷ് പറയുന്നു, അച്ഛാ നമ്മൾ താമസിക്കാൻ പോകുന്ന സ്ഥലം പോലും അച്ഛൻ അറിയില്ല, കുറച്ചുനേരം ഇവിടെ നിൽക്കുക, അത് കഴിഞ്ഞ് ചുറ്റിക്കറങ്ങി കാണാം. ഇത് കേട്ട് ഭാസ്കരൻ പറയുകയാണ്, എല്ലാം എനിക്കറിയാം, വൈകുന്നേരത്തേക്ക് നല്ല ഭക്ഷണം വാങ്ങി വെക്കുക, ഞാൻ അങ്ങ് വന്നേക്കാം. അങ്ങനെ ഭാസ്കരൻ അവിടെ നിന്ന് പോകുമ്പോൾ എല്ലാവരും കണ്ണു തള്ളി നിൽക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ ഇയാൾ ആരാ? തറവാട്ടമ്പലം ഉള്ള സ്ഥലം പോലും അറിയില്ലെന്നാ പറഞ്ഞത്, ഇപ്പതേ ആ സ്ഥലം എല്ലാം അറിയാം. ഇത് കേട്ട് സുഭാഷ് പറയുന്നു, സ്ഥലം കണ്ട ഉടനെ ഓർമ്മ വന്നതായിരിക്കും. അപ്പൊ സുധീഷ് അറിയണ, ഇങ്ങനെ സുഭാഷ് ഏട്ടൻ സപ്പോർട്ട് ചെയ്ത് അയാള് ചീത്തയായത്. ഈ സമയം അവിടേക്ക് വന്ന ചേട്ടൻ, എല്ലാവരും കുടുംബമായിട്ടാണല്ലോ വന്നിരിക്കുന്നത്, സുധീഷ് ആരാണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ സുധീഷ് പറയുന്നു, ഞാനാ. അങ്ങനെ സുധീഷ് എല്ലാവരെയും പരിചയപ്പെടുത്തുകയാണ്. നിധി തന്റെ വൈഫാണെന്ന് പറഞ്ഞ് സുധീഷ് പരിചയപ്പെടുത്തുമ്പോൾ പുഞ്ചിരിച്ച് കൈകൂപ്പുകയാണ് നിധി. ആ ചേട്ടൻ ക്ഷേത്രത്തിനെ കുറിച്ചൊക്കെ അവരോട് പറയുകയാണ്. നിങ്ങള് താമസിക്കാൻ പോകുന്ന വീട് കാണിച്ചു തരാന്ന് പറഞ്ഞ് ആ ചേട്ടൻ അവരെയും കൂട്ടി ആ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് വന്ന എല്ലാവരും ചുറ്റും നോക്കുകയാണ്. ആ ചേട്ടൻ പറയുന്നു, സുധീഷ് ഇതാ നിങ്ങൾ താമസിക്കാൻ പോകുന്ന വീട്. ഈ സമയത്ത് ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റില്ല, തറവാട്ടമ്പലത്തേക്ക് ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ ഉണ്ട്. ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നതല്ലേ, ടയേർഡ് ആയിരിക്കും, നന്നായി റെസ്റ്റ് എടുക്കണം, രാവിലെ ക്ഷേത്രത്തിൽ പോകാം. നികേഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ നമുക്ക് എല്ലാവർക്കും കൂടി ഈ വീട്ടിൽ താമസിക്കാൻ പറ്റുമോ? അപ്പൊ ഹരീഷ് പറയണ, എടാ നമ്മൾ 6 പേര് ഒരു വീട്ടിൽ താമസിക്കുന്നില്ലേ, ഇവിടെയും താമസിക്കാൻ പറ്റും. ആ ചേട്ടൻ പറയുന്നു, ആര് വന്നാലും ഇവിടെ താമസിച്ച തറവാട്ടമ്പലത്തിൽ പോവുക. ഒരുപാട് പേര് ഇവിടെ വരാറുണ്ടോന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ആ ചേട്ടൻ പറയുകയാണ്, ഭഗവതിയെ കാണാൻ ഒരുപാട് പേര് വരാറുണ്ട്, അവരുടെ എല്ലാം ദൈവമാണ്. 500-600 വർഷം പഴക്കമുള്ള കുടുംബക്ഷേത്രമാണത്. ഒരുപാട് പേർക്ക് ഈ ക്ഷേത്രം തന്നെയാണ് കുടുംബക്ഷേത്രം. നാളെ ഒരു പ്രത്യേക വഴിപാടുണ്ട്, പല നാട്ടിൽ നിന്നും ജനങ്ങൾ വരും. ഇപ്പൊ നിങ്ങൾക്ക് തറവാട്ടമ്പലം എവിടെയാണെന്ന് അറിഞ്ഞില്ലേ, ഇനിയും ഇടയ്ക്കിടയ്ക്ക് വരണം. നിധി പറയണ, അകത്ത് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു, സ്ലിപ്പർ കിടക്കുന്നു, അതുകൊണ്ട് ചോദിച്ച. ആ ചേട്ടൻ പറയണ, അതെ പറയാൻ മറന്നുപോയി, തിരുവനന്തപുരത്തുകാർ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഈ
സമയം സുനന്ദ അവിടേക്ക് വരികയാണ്. സന്തോഷത്തോടു കൂടി സുഭാഷിട്ടാന്ന് വിളിച്ച് സുനന്ദ അരികിലേക്ക് വരുമ്പോൾ എല്ലാവരും വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ്. അരികിലേക്ക് വന്ന സുനന്ദ പറയണ, സുഭാഷിട്ട നിങ്ങൾ എല്ലാവരും എന്താ ഇവിടെ? നിധി സുഖമാണോ? തറവാട്ടമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്നതാ. ഞാനും അമ്മയും അശ്വിനും ഉണ്ട്. കുറച്ചു നേരം മുമ്പേ വന്നതേ ഉള്ളൂ. അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുമ്പോൾ അവിടേക്ക് വരികയാണ് ലളിത. സുനന്ദേ, നീ ആരോടാ സംസാരിക്കുന്നതെന്ന് ചോദിച്ച് ലളിത അരികിലേക്ക് വരുമ്പോൾ എല്ലാവരും ടെൻഷനോടുകൂടി ലളിതയെ നോക്കുകയാണ്. അപ്പൊ ആ ചേട്ടൻ പറയുന്നു, വാ ചേച്ചി, ഇവരെല്ലാവരും നിങ്ങളുടെ ബന്ധുക്കളാ. കുടുംബമായിട്ട് എല്ലാവരും കൂടി ഇവിടെ താമസിക്കുക. അപ്പൊ നിങ്ങൾ തന്നെ വീടൊക്കെ കാണിച്ചു കൊടുക്കുക. എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാ മതി. പൂജയ്ക്കുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാനുണ്ട്. ഞാൻ പിന്നെ വരാന്ന് പറഞ്ഞ ആ ചേട്ടൻ അവിടെ നിന്ന് പോവുകയാണ്. ദേഷ്യത്തോടു കൂടി ലളിത ചോദിക്കുന്നു, എന്തിനാ എല്ലാവരും കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു, ഈ തറവാട്ടമ്പലം അമ്മാവന് സ്ത്രീധനമായിട്ട് കിട്ടിയതൊന്നും അല്ലല്ലോ, എല്ലാവർക്കും ഇങ്ങോട്ട് വരാം. അപ്പൊ ലളിത പറയണ, ഞങ്ങൾ എവിടെ പോയാലും പിന്നാലെ വരും. അപ്പൊ സുധീഷ് പറയണ, ഇത് നിങ്ങളുടെ മാത്രം ദൈവമല്ല, ഞങ്ങളുടെ തറവാട്ടമ്പലം കൂടിയാ. നിങ്ങൾ തൊഴാൻ വന്നതുപോലെ തന്നെയാണ് ഞങ്ങളും തൊഴാൻ വന്നത്. അപ്പൊ ലളിത പറയണ, നിങ്ങളെ പറ്റി എനിക്കറിയില്ലേ, ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കാനല്ലേ നിങ്ങൾ വന്നേ? അപ്പൊ സുഭാഷ് പറയണ, അങ്ങനെയല്ല അമ്മായി, തറവാട്ടമ്പലത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു. വെല്ലിച്ചനോടാ അഡ്രസ് ചോദിച്ചത്. വെല്ലിച്ചൻ തന്നെ ഞങ്ങൾക്ക് അഡ്രസ് തന്നതും. ഞങ്ങൾ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വന്നതല്ല, കുടുംബമായിട്ട് തൊഴുതിട്ട് പോകാനാ വന്നേ. ലളിത ചോദിക്കുന്നു, ആരോടെ ഈ കഥ പറയുന്നത്? എന്റെ ചേട്ടൻ നിങ്ങൾക്ക് അഡ്രസ് തന്നെന്നോ? അപ്പൊ സുനന്ദ പറയണ, അമ്മ അവര് പറഞ്ഞില്ലേ അവര് തൊഴാൻ വന്നതാണെന്ന്. അമ്മ എന്തിനാ പിന്നെ ആവശ്യമില്ലാണ്ട് ഓരോന്ന് പറയുന്നേ? നീ മിണ്ടാൻ നിൽക്കടിയെന്ന് ലളിത പറയുമ്പോൾ ഹരീഷ് പറയണ, ദേ നോക്ക്, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സന്ദർഭം കിട്ടാഴുകയില്ല. ഞങ്ങൾ പലപ്പോഴും വേണ്ടെന്ന് വെച്ചിട്ടാ നിങ്ങൾക്കും നിങ്ങളുടെ മകൾക്കും നല്ലതൊക്കെ നടന്നത്. അതൊക്കെ ഓർമ്മയിൽ വേണം. അപ്പൊ സുഭാഷ് പറയുന്നു, ഒന്ന് മിണ്ടാ നിൽക്കടാ അമ്മായി, ഞങ്ങൾ ഇവിടെ 2-3 ദിവസം താമസിച്ച് തറവാട്ടമ്പലത്തിൽ പോയി തൊഴുത് ഇവിടുന്ന് പോകും. അല്ലാതെ പ്രശ്നം ഉണ്ടാക്കാനൊന്നും വന്നതല്ല ഞങ്ങൾ കുടുംബമായിട്ട് ഇങ്ങോട്ട്. ഒന്ന് മനസ്സിലാക്ക്. അപ്പൊ സുനന്ദ പറയണ, അമ്മേ നമ്മളെ പോലെ ഇവരും തറവാട്ടമ്പലത്തിൽ തൊഴാനാ വന്നത്. അമ്മ ഒന്ന് മിണ്ടാതിരിക്കുക. ഈ സമയം സുനന്ദയെന്ന് വിളിച്ച അശ്വിൻ അവിടേക്ക് വരുമ്പോൾ സുനന്ദ പറയണ, അശ്വിൻ ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നത് നോക്ക്. സുഭാഷിന്റെ ഫാമിലിയും നമ്മളെ പോലെ ക്ഷേത്രത്തിൽ തൊഴാൻ വന്നതാ. നമസ്കാരം, എല്ലാവർക്കും സുഖമാണോ എന്നൊക്കെ ചോദിച്ച് സന്തോഷത്തോടു കൂടി അവരോട് സംസാരിക്കുകയാണ് അശ്വിൻ. കല്യാണം കഴിഞ്ഞതിന് ശേഷം തറവാട്ടമ്പലത്തിലേക്ക് വന്നില്ല. അമ്മ കുറച്ചു നാളായി പറയുന്നുണ്ട്, അതാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്. എല്ലാവരും ഇവിടെ നിൽക്കാതെ അകത്തേക്ക് വാ, ഞങ്ങൾ പോയി ബാഗ് എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ് സുധീഷും നികേഷും ഹരീഷും ബാഗ് എടുക്കാനായി പോകുമ്പോൾ അശ്വിൻ സന്തോഷത്തോടു കൂടി സുഭാഷിനോട് സംസാരിക്കുകയാണ്. സുനന്ദ നിധിയോടും ചാന്ദിനിയോടും സംസാരിക്കുന്നു. ഇതെല്ലാം കണ്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് ലളിത. അശ്വിനും സുനന്ദയും സന്തോഷത്തോടു കൂടി എല്ലാവരെയും കൂട്ടി അകത്തേക്ക് പോകുന്നു. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്